നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പേരയ്ക്ക ഷേക്കാണ്. പേരയ്ക്ക കൊണ്ട് എങ്ങനെ ഷേക്ക് ഉണ്ടാക്കാമെന്നാണ്. ഞാൻ വീട്ടിൽ തന്നെ പേരയ്ക്ക ഉണ്ടായിരുന്നു. നല്ലത് നോക്കി രണ്ട് പേരയ്ക്ക കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ആദ്യം തന്നെ വലിയ കഷ്ണങ്ങളാക്കാതെ പരമാവധി ചെറിയ കഷ്ണങ്ങൾ തന്നെ ആക്കി മുറിക്കുക. ഞാൻ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള രണ്ട് പേരയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി ഞുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പേരയ്ക്ക അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പേരയ്ക്ക തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പേരയ്ക്കയുടെ ഇപ്പോൾ അടുത്തതായി വേണ്ടത് പഴമാണ് വേണ്ടത്. ഒന്നെങ്കിൽ റോബസ്റ്റാ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. ചെറുതാണ്, ചെറിയ പഴമായതുകൊണ്ട് ഞാനൊരു 5 പീസ് എടുത്തിട്ടുണ്ട്. ശരിക്കും റോബസ്റ്റ ആണെങ്കിൽ ഒറ്റ എണ്ണം മതി. അത്യാവശ്യം വലിപ്പമുള്ള ഞാലിപ്പൂവൻ പഴമാണെങ്കിലും 2 എണ്ണം മതിയാകും. അതും പേരയ്ക്ക പോലെ തന്നെ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ വീട്ടിൽ തന്നെ ഷേക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത്യാവശ്യം വീടുകളിലൊക്കെ പേര മരമൊക്കെ ഉണ്ടായിരിക്കുന്നതാണല്ലോ. അങ്ങനെ പേരയ്ക്കായും പഴങ്ങളൊക്കെ അത്യാവശ്യം നുറുക്കി, ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നുറുക്കിയ കഷ്ണങ്ങൾ ഇടാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഐസ് ക്യൂബ്സാണ്. നേരത്തെ തന്നെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഐസ് ക്യൂബ്സ് പോലെ തന്നെ പാലും കട്ടിയാക്കിയത് നേരത്തെ കരുതണം. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഐസ് ക്യൂബാണിത്. ഈ ഐസ് ക്യൂബും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു 5-8 പീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നേരത്തെ തിളപ്പിച്ച് ആറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ക്യൂബ്സ് ആക്കിയ പാലിൻ്റെ കഷ്ണങ്ങളാണ് വേണ്ടത്. ഞാനത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ജാറിലേക്ക് നമ്മൾ ഒരുപാട് ഇട്ടേക്കല്ല്. അത്യാവശ്യം മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഒരു അരഭാഗം മിച്ചം ആവുന്നത് പോലെ ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല രീതിയിൽ കഷ്ണങ്ങളൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ അടിച്ചെടുത്തു. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പൊതുവെ വലിയ കഷ്ണങ്ങളൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ബൂസ്റ്റാണ്. ബൂസ്റ്റിൻ്റെ ചെറിയ പാക്കറ്റുണ്ട്, അത് വാങ്ങിയാലും മതി. അല്ലാതെ വലുതുണ്ടെങ്കിൽ അത് വേണേലും വാങ്ങാം. ഇത് 5 രൂപയുടെ ചെറിയ പാക്കറ്റാണ്. അത് നമ്മൾ ആദ്യം ഗ്ലാസ്സിലേക്ക് ഒരല്പം ബൂസ്റ്റിൻ്റെ പൊടി വിതറുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പേരയ്ക്ക ഷേക്ക് അങ്ങോട്ട് ഒഴിക്കുക. പാതി ഗ്ലാസിൻ്റെ അവിടെ ഒഴിച്ചിട്ട് വീണ്ടും ഒരല്പം ബൂസ്റ്റിൻ്റെ പൊടി കൂടി ഇടുക. ഇട്ടു. ഇനി ഒരല്പം കൂടി ഷേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും അല്പം ബൂസ്റ്റിൻ്റെ പൊടി വിതറിക്കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പേരയ്ക്ക ഷേക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രഷായിട്ട് തന്നെ അന്നേരം തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഫ്രഷായിട്ട് ഉടനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.